നമസ്കാരം, സച്ചാ ഭാരതിലേക്ക് സ്വാഗതം. ഈ അടുത്ത നാളുകളിൽ പ്രതിപക്ഷ നിരയിലേക്ക് വന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി. അതിൻ്റെ ഏറ്റവും അമരത്തുണ്ടായിരുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒക്കെയാണ്. 2012 ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിനെതിരെ വലിയ വിമർശനങ്ങൾ നടത്തിയിരുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി പാർട്ടി എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം കോൺഗ്രസുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ കക്ഷിക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ മുന്നണിക്ക് നേതൃത്വം നൽകുകയാണ്. ഇന്ത്യ അലയൻസ് എന്നാണ് ആ മുന്നണിയുടെ പേര്. വളരെ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഈ പേരാണ് നമുക്ക് ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും ഇരുത്തി ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. കോൺഗ്രസുമായുള്ള ബാന്ധവം ഇല്ലെങ്കിൽ ഒരു മാരേജ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുമ്പോൾ കോൺഗ്രസുമായ മാരേജ് ഒരു പെർമനന്റ് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, BJP-ക്കെതിരെ അല്ലെങ്കിൽ NDA-ക്കെതിരെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് മുമ്പിൽ വെക്കേണ്ടത് ഈ രാജ്യത്തിന് എന്ത് നന്മയാണ് ഇല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ എന്ത് വികസനത്തിന്റെ കാര്യത്തിൽ എന്താണ് ഇന്ത്യ അലയൻസിന് പറയാനുള്ളത് എന്നാണ്. പക്ഷെ ഇപ്പോൾ തന്നെ പഞ്ചാബിലെ ഇലക്ഷൻ 1-ാം തീയതി നടക്കാനിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, കോൺഗ്രസുമായി പെർമനന്റായ ഒരു ബാന്ധവമല്ല, ഒരു മാരേജ് അല്ല ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുന്നത് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? ഇതിനു മുമ്പ് പല സംസ്ഥാനങ്ങളിലും അവർ ഒരുമിച്ച് നിന്നിരുന്നു. ചണ്ഡീഗഡ്, ഡൽഹി, ഗോവ, ഹരിയാന, ഗുജറാത്ത് ഈ 5 സംസ്ഥാനങ്ങളിൽ അവർ ഒരുമിച്ച് മത്സരിച്ചിരുന്നു. അതിനുശേഷം പഞ്ചാബിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 2020 കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബ് അധികാരത്തിലെത്തിയത്. ആ ഇലക്ഷനിൽ കോൺഗ്രസ് അവരെ പരാജയപ്പെടുകയായിരുന്നു. അതിനുശേഷം അധികാരത്തിലെത്തിയ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് അവരോടൊപ്പം മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അതീവ ദുഷ്കരമാണ്, ഇല്ലെങ്കിൽ പഞ്ചാബിലെ ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല, അംഗീകരിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് പഞ്ചാബിൽ മാത്രം അങ്ങനെയുള്ള ഒരു അലയൻസ് ഇല്ലെങ്കിൽ ഒരു സൗഹൃദം വേണ്ട എന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞ ഈ മേൽപ്പറഞ്ഞ 5 സംസ്ഥാനങ്ങളിലും ചണ്ഡീഗഡിലും ഡൽഹിയിലും ഗോവയിലും ഹരിയാനയിലും ഗുജറാത്തിലും ഒരുമിച്ച് മത്സരിച്ച അരവിന്ദ് കെജ്രിവാൾ ഇന്ന് 1-ാം തീയതി ഇലക്ഷൻ നടക്കാൻ പോകുന്ന പഞ്ചാബിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, അവിടെ ഞങ്ങൾ വേറെയാണ് മത്സരിക്കുന്നത്, അവിടെ 4 പാർട്ടികളാണ്, ചതുഷ്കോണ മത്സരമാണ്, അവിടെ ആം ആദ്മി പാർട്ടിയുണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, അകാലിദളുണ്ട്. ഒരിക്കലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചല്ല അവിടെ ഭരിക്കുന്നത്. അവിടെ പ്രത്യക്ഷത്തിൽ തന്നെ എതിരാണ് മത്സരിക്കുന്നത്. അവർ അന്യോന്യം മത്സരിക്കുകയാണ്. അങ്ങനെ മത്സരിക്കുന്ന സ്ഥലത്ത് ആ മത്സരം നടക്കാനിരിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അരവിന്ദ് കെജ്രിവാൾ ആദ്യം വെടിപൊട്ടിച്ചിരിക്കുന്നു. ഇത് കോൺഗ്രസുമായുള്ള ഒരു ബാന്ധവമല്ല, ഇത് തൽക്കാലം BJP-യുടെ ഡിക്റ്റേറ്റർഷിപ്പിനെയും ഗുണ്ടാഗർദിയെയും എതിരിടാൻ വേണ്ടി മാത്രമുള്ള തൽക്കാലം അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാം, ഇത് തീർച്ചയായും ഒരു നീണ്ടു നിൽക്കുന്ന ഒരു അലയൻസ് അല്ല ഇന്ത്യ അലയൻസ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തുകൊണ്ടെന്നാൽ വ്യത്യസ്തമായ ആശയങ്ങൾ പേറുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യ അലയൻസ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ആദ്യ ലക്ഷണമാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, കോൺഗ്രസുമായി നീണ്ട കാലത്തെ ഒരു ബന്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അത് ഉണ്ടാവാൻ പോകുന്നില്ല. 2 പ്രത്യേക കാര്യങ്ങളാണ്. ഒരിക്കലും അരവിന്ദ് കെജ്രിവാളിന് കോൺഗ്രസിനൊപ്പം നിൽക്കാൻ പറ്റില്ല. ഇത്രയും നാളും അദ്ദേഹം എതിർത്തിരുന്ന പാർട്ടിയാണ്, ഇല്ലെങ്കിൽ കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാളിനെ എതിർത്തിരുന്നതാണ്. അതിനപ്പുറത്തേക്ക് പഞ്ചാബിലെ ജനങ്ങൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇല്ലെങ്കിൽ അവിടുത്തെ പാർട്ടി പ്രവർത്തകരടക്കം ഉള്ള അലയൻസ് ഇല്ലെങ്കിൽ സൗഹൃദം അവർ ഒരുമിച്ച് മത്സരിക്കുന്നത് അനുവദിക്കുകയില്ല എന്നുള്ളത് വ്യക്തമായി അരവിന്ദ് കെജ്രിവാളിന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഇത് ഒരു പക്ഷേ ഒരു മുന്നണിയുടെ ഒരു ലക്ഷണമായിരിക്കാം. പക്ഷേ ആ ലക്ഷണത്തിൽ നിന്നും നമ്മൾ വായിച്ചറിയേണ്ടത്, ഈ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്ന മുന്നണി ജയിച്ചു കറിയാൽ എന്തായിരിക്കും ഈ ഭാരതത്തിൽ നടക്കാൻ പോകുന്നത്, ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഈ കൂട്ടുകക്ഷി ഭരണം എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്? എല്ലാവരുടെയും അവരുടേതായ പ്രത്യക്ഷമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന കുറെ കക്ഷികൾ ചേർന്നുകൊണ്ട് ഭരിക്കുമ്പോൾ രാജ്യത്തിന് കൃത്യമായ ഒരു നേതൃനിര ഉണ്ടാകുമോ എന്ന് ഈ ചോദ്യങ്ങളിലും പറച്ചിലും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്നത് വ്യക്തമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒന്നാണ്. ഞങ്ങളുടെ ഈ മുന്നണി തൽക്കാലം ഒരു തട്ടിക്കൂട്ട് മുന്നണിയാണ്, ഇത് ഒരു വലിയ നാളുകളിലേക്കുള്ള ഒരു മുന്നണിയല്ല എന്ന് തികച്ചും വ്യക്തമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. താങ്ക് യു.